Tinderman rocks. TNT rocks. Tinderman rocks. TNT rocks. ഹലോ ടിൻഡുമോൻ, എവിടേക്കാ? പുതിയ സൈക്കിളൊക്കെ വാങ്ങിയല്ലേ? ആ, അതൊക്കെ കിട്ടി എന്റെ വക്കീൽ സാറേ. ഏതായാലും വാ, ഒരു ചായ കഴിച്ചിട്ട് പോവാ. എടാ ടിൻഡു, നാട്ടില് മുഴുവൻ നിന്റെ കാര്യമാണല്ലോടാ സംസാരം. മൊബൈലിൽ വരുന്ന SMS 90% നിന്റെ തമാശകളാ. ഓ, നമ്മൾ എന്ത് ചെയ്താലും പറഞ്ഞാലും ഓരോരുത്തര് കേറി SMS ഉണ്ടാക്കി കളയും. നല്ല ചായ, പാല് കുറവാണെങ്കിലും പഞ്ചസാര തീരെയില്ല. അതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ, ചായപ്പൊടി ഇട്ടിട്ടേ ഇല്ലല്ലോ. ഇതാ നിന്റെ ഒരു കാര്യം. പിന്നെ എങ്ങനെ SMS ഉണ്ടാക്കാതിരിക്കും? ഒന്നും പറയണ്ട ചേട്ടാ, ഈ ലോകം നന്നാവുമെന്ന് തോന്നുന്നില്ല. എന്തെല്ലാം വാർത്തകളാണല്ലേ ദിവസവും. വക്കീലിന് വിഷമം തോന്നാറില്ലേ? കൊള്ളയും ചതിയും ഇല്ലാത്ത നാട് എന്നാണാവോ ഉണ്ടാവുക? അതിനു വേണ്ടി പ്രാർത്ഥിക്കാനേ നമുക്ക് കഴിയൂ. പിന്നെ കുറെ പ്രാർത്ഥിച്ചത് തന്നെ. ചതിയും തോന്നിയാസവും ഇല്ലാത്തൊരു കാലം വന്നാ വക്കീലന്മാരെല്ലാം പിന്നെ എന്തോ ചെയ്യും? ഈ വക്കീലിനൊരു ലുക്കില്ലെന്നേ ഉള്ളൂ, തീരെ ബുദ്ധിയുമില്ല. നീ അങ്ങനെ കളിയാക്കൊന്നും വേണ്ട. ഒരു വക്കീലും ഡോക്ടറും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് അറിയാമോ? അത് പറഞ്ഞാ ഒരു പരിപ്പ് വട വാങ്ങിത്തരാം. ഡോക്ടർക്ക് തെറ്റുപറ്റിയാൽ ഒരാൾ 6 അടി മണ്ണിനടിയിൽ പോകുന്നു. ഒരു വക്കീലിന് തെറ്റുപറ്റിയാൽ അയാൾ 6 അടി മുകളിൽ തൂങ്ങുന്നു. ഒരു പരിപ്പ് വട. ഇയാളെന്ന് തന്നെ പരിപ്പ് വട തീറ്റിച്ച് കൊല്ലും. നമ്മൾ രണ്ടുപേരും ഒരു വിജനമായ സ്ഥലത്തുകൂടെ സഞ്ചരിക്കുകയാണ്. അപ്പോ ഒരപരിചിതൻ നിന്നെ ആക്രമിച്ചു. നീ എന്ത് ചെയ്യും? ഞാൻ എന്ത് ചെയ്യാൻ? അവിടെ കടന്ന് ചാവും. നിന്റെ കൂട്ടുകാരനായ ഞാൻ കൂടെ ഉള്ളപ്പോഴോ? പിന്നെ നന്നായി പോയി. വക്കീല് കേസിന്റെ കാര്യം പറഞ്ഞ് അയാളുടെ അടുത്ത് ചുറ്റിപ്പറ്റി നിൽക്കല്ലേ ഉള്ളൂ. അയ്യോടാ, ഒരു രക്ഷകൻ. അടുത്ത പരിപാടി വരട്ടെ. വക്കീൽ ചേട്ടാ, ഈ കേസുകളൊക്കെ എങ്ങനെയാ ജയിക്കുന്നത്? സാക്ഷികളെയും തെളിവുകളെയും അടിസ്ഥാനപ്പെടുത്തിയാണ് കേസ് ജയിക്കുന്നത്. ഉദാഹരണത്തിന്, ടിൻഡുമോൻ ഒരു പശുവിനെ മോഷ്ടിച്ചു എന്ന് വിചാരിക്കുക. മോഷ്ടിക്കുന്നത് കണ്ടു എന്ന് സാക്ഷി പറയാൻ 2 പേരെ ഞാൻ ഹാജരാക്കും. എന്നിട്ട് കേസ് ജയിക്കും. അങ്ങനെയാണെങ്കിൽ ഞാൻ പശുവിനെ മോഷ്ടിക്കുന്നത് കാണാത്ത 4 പേരെ ഞാൻ ഹാജരാക്കിയാലോ? വക്കീല് കേസ് തോറ്റ് പാളിസാവൂലേ? ഇതാ ഞാൻ നേരത്തെ പറഞ്ഞത്. ലുക്കില്ലെങ്കിലും കൊച്ചു കള്ളാ, ഇത്ര ചെറുപ്പത്തിലെ മോഷണം തുടങ്ങിയല്ലേ? എത്ര നേരമായി ഞാൻ നിന്നെ അന്വേഷിച്ച് നടക്കുന്നു അറിയാമോടാ? എന്താ പ്രശ്നം? നിങ്ങൾ കാര്യം പറയുന്നേ. ഇവൻ എന്റെ സൈക്കിള് മോഷ്ടിച്ചോണ്ട് കടന്നു കളഞ്ഞു. അത് ശരി, സൈക്കിള് മോഷ്ടിച്ചോണ്ട് വന്നാണല്ലേ? ഒരു കേസിനുള്ള വകുപ്പായി. ആട്ടെ, എവിടുന്നാ ഇവൻ നിങ്ങളെ സൈക്കിള് മോഷ്ടിച്ചത്? സാറേ, ഞാൻ ഈ സൈക്കിൾ ശ്മശാനത്തിന്റെ അവിടെ നിർത്തിയിട്ട് അടുത്തുള്ള കുറ്റിക്കാട്ടിൽ മൂത്രമൊഴിക്കാൻ പോയതാ. തിരിച്ചു വരുമ്പോഴേക്കും ഇവരതെടുത്ത് മണ്ടിക്കളഞ്ഞു. വിളിച്ചിട്ട് നിന്നില്ല. നേരാണോടാ ടിൻഡുമോനെ? ശ്മശാനത്തിനടുത്ത് നിന്ന് നീ മോഷ്ടിച്ചാണോ ഈ സൈക്കിള്? സാറേ, ശ്മശാനത്തിനടുത്ത് ഒരു സൈക്കിള് തനിയെ കിടക്കുന്നത് കണ്ടു. ശ്മശാനത്തിനടുത്തായതുകൊണ്ട് ഞാൻ കരുതി ഉടമസ്ഥൻ മരിച്ചു പോയിന്ന്.